ജാനമനു ശേഷം ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ജീൻ പോൾ ലാൽ, ഗണപതി, ബാലു വർഗീസ്, അരുൺ കുര്യൻ, ദീപക് പറമ്പോൽ, ചന്തു സലീം കുമാർ തുടങ്ങിയ യുവതാരനിര ഒന്നിച്ച ചിത്രമാണ് ഇത്. സംവിധായകൻ ഖാലിദ് റഹ്മാനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയിൽ പോലീസ്, ഫയർഫോഴ്സ്, ലോക്കൽ ഗൈഡ് എന്നീ വേഷങ്ങളിൽ എത്തിയിരുന്നത് തമിഴ് താരങ്ങളായിരുന്നു. ആ സിനിമയിൽ പോലീസ് സ്റ്റേഷനിലെത്തുന്ന താരങ്ങളെ തല്ലുന്ന ഇൻസ്പെക്ടറായി അഭിനയിച്ചത് വിജയ് മുത്തുവെന്ന തമിഴ് നടനാണ്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിഹൈൻഡ് വുഡ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സിനിമയിലെ കേവിനുള്ളിലെ സീനിനെ കുറിച്ച് പറയുകയാണ് വിജയ് മുത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിൽ കയറിൽ കെട്ടിവലിക്കുന്ന ഷോട്ടിൽ കുഴിയിൽ കയറിനോട് ചേർത്ത് ഒരുപാട് ടൺ വെയിറ്റ് ഇറക്കിയിരുന്നു. നായകന്മാർ കയർ വലിച്ചെടുക്കുന്ന സീൻ വെറുതെ ചെയ്തതല്ല. ആ സീൻ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കൈയൊക്കെ ചുവന്നിരുന്നു. അത്രയും വലിയ കയറായിരുന്നു അത്. കമ്പവലി എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു ആ സീൻ ചെയ്തത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ കഷ്ടം തോന്നി. പയ്യന്മാർ ആ സീനിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. മഴ പെയ്ത് വെള്ളമൊക്കെ വന്നത് കാരണം അവിടെയൊക്കെ സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. അത്രയും നാച്ചുറലായിട്ടാണ് ഓരോ സീനും എടുക്കുന്നത്. അല്ലാതെ ഒരു ടെക്നിക്കും ഉപയോഗിച്ചിട്ടില്ല, വിജയ് മുത്തു പറഞ്ഞു. കേവിനുള്ളിലുള്ള സീൻ ഒരുപാട് റിസ്ക് ഉള്ളതായിരുന്നുവെന്നും അതിനുള്ളിൽ താരങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന സീൻ 12 മണിക്കൂറോളം സമയമെടുത്താണ് ഷൂട്ട് ചെയ്തതെന്നും വിജയ് മുത്തു അഭിമുഖത്തിൽ പറഞ്ഞു. ക്യാമറ തങ്ങളെ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാ ആക്ടേഴ്സും അവിടെ തന്നെ കിടക്കുകയായിരുന്നുവെന്നും ആർക്കും ആ സമയം വിശ്രമിക്കാൻ സമയം കൊടുത്തിരുന്നില്ലെന്നും താരം പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.